പറയാൻ പോകുന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനെ കുറിച്ചാണ്. അതെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മുത്ത് റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. ബിസ്മില്ലാഹ്, ദി പ്രൊഫറ്റ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ വർഷങ്ങൾക്ക് മുൻപ് അറേബ്യയിൽ അബ്ദുൽ മുത്തലിബിന്റെ മകനായ അബ്ദുള്ള എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അദ്ദേഹം മക്ക നഗരത്തിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം വഹാബ് ഇബ്നു അബ്ദു മനാഫിന്റെ മകളായ ആമിന റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം അധികനാൾ ആമിന റളിയല്ലാഹു അൻഹയുടെ കൂടെ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം കച്ചവടക്കാരോടൊപ്പം നീണ്ട യാത്ര പുറപ്പെട്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ യാത്രക്കിടയിൽ അദ്ദേഹം വഫാത്തായി. ആ സമയത്ത് ആമിന റളിയല്ലാഹു അൻഹ ഗർഭിണിയായിരുന്നു. ഒരു ദിവസം അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ ഒരു ശബ്ദം കേട്ടു. നീ ഗർഭം ചുമക്കുന്ന കുഞ്ഞ് അവന്റെ ജനതയെ നയിക്കുന്നതാണ്. അവന് മുഹമ്മദ് എന്ന് പേര് വിളിക്കുക. അതിനുശേഷം ധാരാളം അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. മാസങ്ങൾക്ക് ശേഷം ആമിന റളിയല്ലാഹു അൻഹ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞു പിറക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്നും വലിയ ഒരു പ്രകാശം വന്ന് അവർക്ക് ചുറ്റും നിന്നു. മാത്രമല്ല, പ്രവാചകന്റെ ജനന സമയത്ത് ആ നഗരത്തിലുള്ള ജനങ്ങൾ ആരാധിച്ചിരുന്ന വിഗ്രഹം തകർന്നു വീണു. ആളുകൾ പൊട്ടിയ ആ വിഗ്രഹത്തെ ചേർത്ത് വെച്ച് പുനഃസ്ഥാപിച്ചു. എന്നാൽ അത് വീണ്ടും തകർന്നു വീണു. അടുത്തുള്ള സൊറാസ്ട്രിയൻ ദേവാലയത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീ ചരിത്രത്തിൽ ആദ്യമായി അണഞ്ഞു. അടുത്തുള്ള കൊട്ടാരത്തിലെ 14 ഗോപുരങ്ങൾ തകർന്നു വീണ് തരിപ്പണമായി. തൊട്ടടുത്ത പുഴകൾ വളരെ പെട്ടെന്ന് തന്നെ വറ്റി വരണ്ടു. എന്നാൽ വർഷങ്ങളായി ഉണങ്ങിക്കിടന്നിരുന്ന നദി നിറഞ്ഞൊഴുകി. പ്രവാചകൻ തന്റെ മാതാവിന്റെ കൂടെ കുറച്ചു വർഷം മാത്രമാണ് ജീവിച്ചത്. ആ കാലത്ത് അവിടെയുള്ള ചെറിയ ബാലന്മാരെ കുറച്ചു കാലത്തേക്ക് മരുഭൂമിയിലേക്ക് അയക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് മരുഭൂമിയിലെ അന്തരീക്ഷം അവർക്ക് ആരോഗ്യം ഉണ്ടാവാനും അവർക്ക് നല്ലതിനുമായിരുന്നു എന്നാണ്. അങ്ങനെ അയക്കപ്പെടുന്ന കുട്ടികളെ ഏതെങ്കിലും സ്ത്രീ ഏറ്റെടുത്ത് വളർത്തുമായിരുന്നു. പക്ഷേ അനാഥനായ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. അവസാനം ഹലീമ എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രവാചകനെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ഹലീമയും അവരുടെ ഭർത്താവും മക്കയിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു മരുഭൂമിയിലാണ് ജീവിച്ചിരുന്നത്. അവർ വളരെ ദരിദ്രരായിരുന്നു. പ്രവാചകന്റെ അതേ പ്രായത്തിലുള്ള ഒരു മകനും അവർക്കുണ്ടായിരുന്നു. അവരുടെ ഒട്ടകങ്ങൾക്ക് പാല് വളരെ കുറവായിരുന്നു. അവരുടെ ആട്ടിൻകുട്ടികൾ മെലിഞ്ഞൊട്ടിയതുമായിരുന്നു. എന്നാൽ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലെത്തിയതിനു ശേഷം അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് ധാരാളം ലഭിച്ചു. പാല് കുറവായിരുന്ന ഒട്ടകം ധാരാളം പാൽ നൽകി. അവരുടെ ആട്ടിൻപറ്റങ്ങൾ തടിച്ചു കൊഴുത്തു. ഈന്തപ്പനത്തോട്ടത്തിൽ ധാരാളം ഈന്തപ്പഴങ്ങൾ ഉണ്ടായി. ഒരു ദിവസം ഹലീമ ബീവിയും ഭർത്താവും ആടുകളെ പരിപാലിക്കുന്നതിനായി പോയ സമയത്ത് അവരുടെ മകനും പ്രവാചകനും മറ്റു കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹം നേരെ പ്രവാചകന്റെ അടുത്തേക്കാണ് പോയത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ അസാധാരണമായ എന്തോ ഉള്ളതിനാൽ മറ്റു കുട്ടികൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് അവർ കളി നിർത്തി അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ അപരിചിതൻ പ്രവാചകന്റെ നേരെ കൈ ഉയർത്തി. പെട്ടെന്ന് പ്രവാചകൻ ബോധം കെട്ട് വീണു. ഇത് കണ്ട് കുട്ടികൾ പേടിച്ചു. ചിലർ അവിടെ നിന്ന് ഓടിപ്പോയി. എന്നാൽ മറ്റു ചിലർ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാൻ അവിടെ തന്നെ നിന്നു. എന്നാൽ അദ്ദേഹം മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു കീറി. പ്രവാചകൻ അബോധാവസ്ഥയിലായതുകൊണ്ട് അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടിരുന്നില്ല. ഇത് കണ്ട
മറ്റു കുട്ടികൾ ഭയപ്പെട്ടു. മുഹമ്മദിനെ ആരോ കൊല്ലുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് ഓടിപ്പോയി. ആ അപരിചിതൻ പ്രവാചകന്റെ നെഞ്ചു തുറന്ന് അദ്ദേഹത്തിന്റെ ഹൃദയം പുറത്തെടുത്തു. എന്നിട്ട് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കറുത്ത ഭാഗം എടുത്തു മാറ്റി ദൂരെ എറിഞ്ഞു. ആ കറുത്ത ഭാഗം ആളുകളുടെ ഉള്ളിൽ ചീത്ത വിചാരങ്ങൾ നിറയ്ക്കുന്ന ഭാഗമാണ്. അപരിചിതൻ പിന്നീട് ഒരു സ്വർണപാത്രത്തിൽ നിന്നും സംസം വെള്ളം എടുത്ത് ആ ഹൃദയം കഴുകി. എന്നിട്ട് പഴയതുപോലെ യഥാസ്ഥാനത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ദിവ്യ ശക്തിയിൽ പ്രവാചകന്റെ മാറിടം പഴയതുപോലെ അടച്ചു വെച്ചു. അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. നബിക്ക് ബോധം വന്നപ്പോൾ ആ മലക്ക് അപ്രത്യക്ഷമായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഹലീമ ബീവി മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് വളരെ സന്തോഷത്തോടുകൂടി പ്രവാചകനെ സ്വാഗതം ചെയ്തു. അബ്ദുൽ മുത്തലിബ് കഅബയുടെ അടുത്തിരിക്കുമ്പോൾ ആരെയും തന്റെ അടുത്ത് ഇരിക്കാൻ അനുവദിക്കില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം പ്രവാചകനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രവാചകനെ തന്റെ അടുത്തിരുത്തുമായിരുന്നു. പ്രവാചകന് 6 വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് വഫാത്തായി. അതിനുശേഷം അദ്ദേഹത്തിനെ സംരക്ഷിച്ചത് പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. പ്രവാചകന്റെ 8ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബ് വഫാത്തായി. എന്നാൽ അദ്ദേഹം വഫാത്താകുന്നതിനു മുൻപ് തന്നെ പ്രവാചകന്റെ സംരക്ഷണം പ്രവാചകന്റെ അമ്മാവനായ അബൂ താലിബിനെ ഏൽപ്പിച്ചിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ മരണത്തിന് ശേഷം പ്രവാചകന്റെ സംരക്ഷണം അമ്മാവനായ അബൂ താലിബ് ഏറ്റെടുത്തു. അബൂ താലിബ് വളരെ ദരിദ്രനായ ഒരു വ്യക്തിയായിരുന്നു. എന്നിട്ടും അദ്ദേഹം മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഏറ്റവും നല്ല രീതിയിൽ അനാഥനായ പ്രവാചകനെ സംരക്ഷിച്ചു. അങ്ങനെ ആ ബാലൻ വളർന്ന് വലുതായപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റ രീതികൾ കണ്ട് അബൂ താലിബ് ആശ്ചര്യപ്പെട്ടു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും പേര് കേട്ടിരുന്നു. ആളുകളെല്ലാം അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തെ സത്യസന്ധൻ എന്ന അർത്ഥം വരുന്ന അൽ അമീൻ എന്ന് വിളിച്ചിരുന്നു. മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരോടും വളരെ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടുമാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും തന്റെ സഹചാരികളും അമ്മാവന്റെ മക്കളുമായ ത്വാലിബ്, അഖീൽ, ജാഫർ എന്നിവരോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. അമ്മാവൻ അദ്ദേഹത്തിന് പരിശീലനം നൽകുന്നതിന് മുൻപ് തന്നെ പ്രവാചകൻ ഒരു ആട്ടിടയനായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഉത്തരവാദിത്വവും സത്യസന്ധതയുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മക്കയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കി. ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഒരു നഗരത്തിലെത്തി. അവിടെയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നത്. അവർ ഒരു വിധവയുമായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഭർത്താവ് മരണപ്പെടുകയായിരുന്നു. അവർ ഒരു കച്ചവടക്കാരിയായിരുന്നു. അവർ കഠിനാധ്വാനിയും കൂടിയായിരുന്നു. അവർ തനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന എല്ലാവർക്കും നല്ല പ്രതിഫലം നൽകിയിരുന്നു. സിറിയയിലേക്ക് പോകുന്ന തന്റെ പ്രധാനപ്പെട്ട കച്ചവട സംഘത്തെ നയിക്കുവാൻ ഒരു സത്യസന്ധനായ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അവർക്ക് നല്ല പ്രതിഫലവും വാഗ്ദാനം ചെയ്തിരുന്നു. ആ സമയത്ത് പ്രവാചകന് 25 വയസ്സായിരുന്നു. ഈ വാർത്ത അറിഞ്ഞ പ്രവാചകൻ ഖദീജ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുകയും ആ ജോലി ഏറ്റെടുക്കുകയും ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനെ നിരീക്ഷിക്കുന്നതിനായി തന്റെ വിശ്വസ്തനായ ഒരു ജോലിക്കാരനെ രഹസ്യമായി ഏൽപ്പിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ജോലിക്കാരുടെയും യാത്രാ സംഘത്തിന്റെയും മൃഗങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്തം പ്രവാചകനെ ചുമതലപ്പെടുത്തി. ഒരു ദിവസം പ്രവാചകൻ കച്ചവട സംഘവുമായി സിറിയയിലേക്ക് യാത്രയായി.